പ്രിയപ്പെട്ടവരെ, വീരന്താനത്ത് കുടുംബയോഗം കോന്നി ഏരിയയുടെ കുടുംബയോഗം ആരംഭിക്കുകയാണ്. ഈ കുടുംബയോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് വീരന്താനത്ത് വീട്ടിൽ BJ ജോസഫിനെ നയിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വിജയച്ചൻ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കൊരു പാട്ടിൻ്റെ ആദ്യത്തെ ശിലകൾ പാടി നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ഞങ്ങളുടെ സഭ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾ ഉള്ളത്, ആ വീടുകൾ ഒരുമിച്ച് കൂടി അവിടുത്തെ ദിവ്യമായ സ്നേഹത്തെ കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയതിനെ, ഇവിടെ ആക്കിയതിനെ, അതൊരുമിച്ച് കൂടി അവിടുത്തെ സന്നിധിയിൽ നന്ദിയോടെയും സ്തോത്രസ്വരത്തിൻ്റെയും അനുഭവങ്ങളെ പങ്കിടുവാനും അവിടുന്ന് സഹായിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കോന്നി പ്രദേശത്തെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇന്ന് ഈ ദിവസം ഒരുക്കിയല്ല. കർത്താവേ, അപ്രകാരം കുടുംബയോഗത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തുവാനുള്ള പ്രാരംഭ ചിന്തകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണങ്ങളിലേക്ക് കർത്താവെ ഓരോ നിമിഷവും വഴി നടപ്പാനും ഞങ്ങൾ പ്രദേശത്തിന് സാക്ഷ്യമായിരിക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ സകലവും. യേശു കർത്താവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛൻ വിളിച്ചു, മാവി, അച്ഛനും കുടുംബം, സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, നിങ്ങളെല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സങ്കീർത്തനം 133 ഇങ്ങനെ പറയുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. വളരെയധികം സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദ് ഇന്നലത്തെ ന്യൂ ജനറലിൻ്റെ മക്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വലിയ ഡെക്കറേഷനൊന്നുമില്ലാതെ ദാവീദ് പറയുന്നു, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. എനിക്കും ഇത് തന്നെ പറയാനുള്ളൂ. നമ്മുടെ മുൻ തലമുറ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് ഒരു പാത ഒരുക്കി സഹോദരന്മാർ എങ്ങനെ ഒത്തൊരുമയോടെ വസിച്ചു എന്നതിൻ്റെ ഒരു നേർപാത നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടാണ് നമ്മുടെ മുൻ തലമുറ നമ്മളെ വിട്ടുപോയത്. അതിനാൽ അത് പിന്തുടരുക എന്നൊരു കർമ്മം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഭവത്തിൻ്റെ വഴിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും വീരന്താനം കുടുംബം എന്ന ഒരു കൂട്ടായ്മയുടെ പാരമ്പര്യമാണെങ്കിൽ പോലും ഇതിൽ വന്ന് ഇങ്ങനൊരു ഇതിൽ നമുക്ക് പങ്കെടുക്കുവാനും അതിൽ നമുക്കൊരു വേദി ഒരുങ്ങുവാനും ഇടയാക്കുന്നതിന് ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. ദൈവം നമ്മെ, നമ്മുടെ പിതാക്കന്മാരെ ചെറ്റിൽക്കുടലിൽ നിന്നും ഉയർത്തി ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് അവരുടെ ജീവിതം ആരംഭിച്ചു. അന്നും അവർക്ക് മുറുകെ പറ്റുവാൻ ഒന്നുമില്ലായിരുന്നു. കർത്താവായ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് മറ്റൊന്നിനും പുകഴുവാൻ അന്ന് അവർക്കില്ലായിരുന്നു. പ്രശസ്തരോ പദവിയോ ഉന്നത വിദ്യാഭ്യാസമോ ഒന്നുമില്ലാതെ ഇരുന്നിട്ടും ദൈവത്തിൻ്റെ പാത അവർ പിന്തുടർന്നു. ഞങ്ങളുടെ അപ്പച്ചനെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ അമ്മച്ചി ഞങ്ങൾക്ക് കാണിക്കുന്നൊരു മാർഗ്ഗമുണ്ട്. പാവപ്പെട്ടവൻ്റെ പ്രയാസത്തിൽ അവൻ അന്നത്തേക്കുള്ള അന്നം അവർ ഉണ്ടാക്കുമ്പോഴും ഒരാൾ വിശന്നിരിക്കുന്നത് കാണുമ്പോൾ അത് പങ്കുവെച്ച് കൊടുക്കുന്ന അമ്മച്ചി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് മക്കളും കൊച്ചുമക്കളുമായി ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, ഇംഗ്ലീഷൊരു പഴമൊഴിയാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ മോന് മനസ്സിലായിട്ടുണ്ട്, മോൾക്ക് മനസ്സിലായില്ല. മോൾ എന്തായിരിക്കും ഇവിടെ ചോദിക്കും, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുമ്പോൾ രക്തത്തിന് കട്ടി കൂടുതലുണ്ടോ
അതാണ് മോളോട് ചോദിച്ചത്. അതിനുള്ള പ്രായമായില്ലായിരുന്നു. അതിൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. മോളുടെ കൂടെ വർഷങ്ങളായി സ്കൂളിൽ പഠിച്ച ട്രീസ എന്നൊരു കുട്ടി, ഇവർ രണ്ടും ആത്മനൃത്തങ്ങളായിരുന്നു. മോള് അവളുടെ അമ്മ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ വർഷം ആ മോളൊന്ന് ഖത്തറിലേക്ക് പോയി. ഞാൻ അവളോട് ചോദിച്ചു, മോളെ അവൾ പോയി നിങ്ങൾക്ക് വിഷമമുണ്ടോ ചോദിച്ചു. അവൾ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അവളുടെ അമ്മയുടെ അടുത്തായിരുന്നു ഗൾഫ് രാജ്യത്ത് തന്നെ പഠിക്കാൻ പോയത്. അത് എനിക്കത്ര ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിന്നി എൻ്റെ മാമോസയ്ക്ക് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ജോഷുവ പോയപ്പോൾ മോൾക്കായിരുന്നു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞാൽ അവൻ്റെ ബ്രദറാണ്. ഞാൻ പറഞ്ഞു ഇതാണ് മോളെ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിലായി. വെട്ടിമുറിച്ചാൽ മുറികൂടുന്ന രക്തബന്ധം ഇന്നും നമുക്ക് ഉണ്ട്. ഒരു പാകിസ്ഥാനി മോട്ടിവേഷൻ സ്പീക്കർ മുസീബ മസാനി വീൽ ചെയർ, ശരീരത്തിൻ്റെ അരയ്ക്ക് താഴ്വട്ടം പാരലൈസായി വീൽ ചെയറിൽ ലോകം മുഴുവൻ നടന്ന് മോട്ടിവേഷൻ സ്പീക്കർ ആയി നടക്കുന്ന അവരിങ്ങനെ പറയും, യു വർക്ക് ഹാർഡ്, യു ഏൺ മണി, യു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്, ദാറ്റ് ഈസ് നോട്ട് ലൈഫ്. നിങ്ങൾ എത്ര അധ്വാനിച്ചു, കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചു, പണമുണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, അതല്ല ജീവിതം. നിങ്ങൾ വെളിയിൽ പോയി ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ച് കണ്ടുപിടിച്ച് അവരുടെ കണ്ണുനീരൊക്കുന്ന ഒരു ദിവസം, നിങ്ങളാൽ ഒരു വ്യക്തി രക്ഷപ്പെട്ടു, ഞാൻ നശിച്ചു പോയില്ല എന്ന് പറയുന്ന ആ ഒരു ദിവസം, ആ ദിവസമാണ് നിങ്ങൾ ജീവിക്കുന്നത്. എനിക്കും നിങ്ങളോടെല്ലാവരും പറയാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ഈ കുടുംബയോഗം ഒരാളുടെയെങ്കിലും കണ്ണുനീരൊക്കുവാൻ, ഒരാൾക്കെങ്കിലും ഒരു ആശ്വാസമായി എന്ന് പറയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബയോഗം വിജയിച്ചു. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ലക്ഷ്യവും അതാണ്. ഇപ്പോൾ ഈ കുടുംബയോഗം ആരംഭിക്കുമ്പോൾ പലർക്കും വളരെ ഒരു സംശയമായിരുന്നു, കുടുംബയോഗം എന്തിന്? കുഞ്ഞുങ്ങൾ പറയാം എന്തിനാ കുടുംബയോഗം? ഞാൻ പറയുന്നു, ഇന്ന് ഈ കാലിയായി കിടക്കുന്ന 2 കോണമുണ്ടല്ലോ, കുറച്ച് നാളുകൂടെ കഴിഞ്ഞാണെങ്കിൽ നമ്മളും ഇതുപോലെ കാലിയായി ഇപ്പോൾ നമ്മൾ കിടക്കേണ്ടിയായിരുന്നു. അതിലിടവരാതെ നമ്മളെല്ലാവരെയും കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടുള്ള എല്ലാവരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. കാലം ചെയ്ത് നമ്മുടെ അത്യനീഷ്യസ് തിരുമേനി പ്രസംഗത്തിൽ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ നിഷ്ഠാനമായി ആഹാരം കഴിക്കുമ്പോഴും നിൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ അവർ ആഹാരം കഴിച്ചില്ല എന്ന് നീ അറിയുമ്പോൾ നിൻ്റെ കഴിക്കുന്ന ഉരുള നിൻ്റെ തൊണ്ടയിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ല. ഞാനും അത് പറയുന്നു. നമ്മുടെ സഹോദരങ്ങൾ, എൻ്റെ പിതാവും സഹോദരങ്ങളും മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സലിഞ്ഞ് അവരാൽ കഴിയാവുന്ന അത്ര സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ കൂടുതലായി നിർമ്മിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കട്ടെ. നമ്മുടെ വികാരിയായ ശ്രീ ജി അച്ഛൻ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആണ് നമ്മുടെ ഇടവകയിലേക്ക് വന്നത്. പല അച്ഛന്മാരും ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുമ്പോൾ അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ഒരവസരത്തിൽ ആ ദൗത്യം അച്ഛൻ സുമനസ്സായി സന്തോഷത്തോടെ ഏറ്റെടുത്ത് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരികയും എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ശ്രീ ജി അച്ഛനെയും കുടുംബത്തെയും ഈ കുടുംബയോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ശ്രീ ലിജു മിത്രൻ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയാണല്ലോ. ഒരു ഫിലിം മേക്കറാണ്. അന്തർദേശീയവും സ്വദേശീയവുമായ പല പുരസ്കാരങ്ങളും ലിജുവിൻ്റെ പല ഷോർട്ട് ഫിലിംസും ലഭിച്ചിട്ടുണ്ട്. ശ്രീ ലിജുവിനെയും ഈ കുടുംബയോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. എൻ്റെ ഉപ്പാപ്പന്മാർ, പാപ്പൻ, മാമാപ്പാപ്പൻ, ഈ പാപ്പൻ മാവേലിക്കരയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥ ഉണ്ടെങ്കിലും കടന്നു വന്ന മാവി കുടുംബം, എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങൾ, രക്തത്തിൻ്റെ രക്തമായ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാവരെയും ഞാൻ കുടുംബയോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്ന അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ, നമ്മളുടെ ഈ പാറ്റം കൈമാറേണ്ടത് അവർക്കാണ്. അവരാണ് ഈ ചുക്കാൻ അടുത്ത പിടിക്കേണ്ടത്. അവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു കുടുംബയോഗം ഇത്രയെങ്കിലും ഒരു
സാക്ഷാത്കരിക്കുവാൻ സാധിച്ച ലിജുവിനെയും ഒപ്പം പ്രവർത്തിച്ച ലിൻഡോ ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ലിൻഡോയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓഡിയോ വീഡിയോ ഹാൻഡിൽ ചെയ്യുന്ന കണ്ണൻ, വിവേക് രണ്ടുപേരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വിജയച്ചൻ, ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, വളരെ വൈകിയാണെങ്കിലും നമുക്ക് ഈ ഒരു ആശയം ഉദിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു വേണ്ടി പരിശ്രമിച്ച ലിൻഡോയെ, ഇതിൻ്റെ സാങ്കേതികമായ സഹായങ്ങളൊക്കെ നൽകിയ ബിജുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീർന്താനത്ത് കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ നടത്തുവാൻ ദൈവത്താൽ ആലോചന ഉണ്ടായി. അത് നടത്തുവാൻ കുറച്ച് സമയമെടുത്തു. കാരണം നമ്മളുടെയൊക്കെ ബാല്യകാലത്ത് നമ്മളിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലാതെ ജീവിച്ചു. തുടർന്ന് നമ്മൾ പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി പലർക്കും മാറി താമസിക്കുകയും ജോലി കാര്യങ്ങൾക്കായി പല ദേശങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഈ സംഭവം നടക്കാൻ ഒത്തിരി താമസമായി. ഇപ്പോൾ ഇങ്ങനെയൊരു കൂട്ടായ്മ, കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തികളെ ഓർത്ത് അവരുടെ ആ പ്രയത്നം ഏറ്റവും സഫലഭാവത്തെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഞങ്ങൾ റാന്നിയിലായിരുന്നു. റാന്നിയിൽ നിന്ന് ഞങ്ങൾ 1977 ഈ ഏരിയയിൽ വരുന്നത്. അവിടെ താമസമായി. അതിനു മുമ്പെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി കാര്യങ്ങൾക്കായിട്ട് അന്യരാജ്യങ്ങൾ, പല ദേശങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തു. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1997-98 ബഹുമാനപ്പെട്ട വിജയച്ചനുമായിട്ട് ഞങ്ങൾ ആയിരുന്ന കാലിക്കട്ട് ദേവാലയത്തിൽ അച്ഛൻ വന്നു. അങ്ങനെ അച്ഛനുമായി പരിചയമായി. അങ്ങനെ പലയിടങ്ങളിലൊക്കെ ജോലി ചെയ്ത് അവസാനം റിട്ടയറായി കഴിഞ്ഞാണ് കോന്നി വന്ന് താമസമാക്കുന്നത്. ഇത്ര ദൈവം ഓരോ ദിവസവും ഓരോ സമയത്തും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു. ഞങ്ങൾക്ക് യാതൊന്നിനും വേണ്ടി ഭാരപ്പെടുവാനോ ബുദ്ധിമുട്ടുവാനോ ഇടയായില്ല. സഹോദരങ്ങളെല്ലാവരും ഒത്തൊരുമയ്ക്ക് വസിക്കുന്നില്ല എങ്കിലും പരസ്പരം കണ്ടും സ്നേഹം പ്രകടിപ്പിച്ചുമൊക്കെ മുന്നോട്ട് പോയി. എങ്കിലും ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു കൂട്ടായ്മയുടെ ആവശ്യം എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതിന് വേണ്ടി പ്രവർത്തിച്ചു. അത് ഏറ്റവും നല്ല ഒരാശയമായി തീരുവാനിടയായി. അതിനുവേണ്ടി പരിശ്രമിച്ച ലിൻഡോയെ ഓർത്ത്, അവരുടെ പരിശ്രമത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഈ കൂട്ടായ്മ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മളെല്ലാം ആത്മാർത്ഥമായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഏൽപ്പിക്കപ്പെട്ട് സമാധാനത്തോടെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഇടയാകണം. ദൈവമേ, ഈ ഇത്രത്തോളം നടത്തി ഞങ്ങളെ ഇത്രത്തോളം ജീവിക്കാനുള്ള കൃപ നൽകി മുന്നോട്ടുള്ള ജീവിതവും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി ആയിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളാലും കൊണ്ട് ഞങ്ങളെല്ലാം നിറയ്ക്കണം. ഈ
കൂട്ടായ്മ ഒരു അനുഗ്രഹകരമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി ഞങ്ങളെ അനുഗ്രഹിച്ച് ഓരോ ദിവസവും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് എൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവരുടെയും പേരിലും ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം. ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ചകഴിഞ്ഞ വേളയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്നെ ലിൻഡോ വന്ന് വിളിച്ചപ്പോഴും തുടർന്ന് ഡെന്നിസ് ഈ കൂടിവരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിനുശേഷം ഈ മീറ്റിങ്ങിൻ്റെ മുഖ്യ അതിഥി ഉൾപ്പെടെ എന്നെ വന്ന് ക്ഷണിച്ചപ്പോഴുമൊക്കെ കോന്നി പ്രദേശത്തുള്ള വീരന്താനം കുടുംബത്തിൻ്റെ ഒരു ചെറിയ കൂട്ടായ്മ, അതിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയ സെറ്റപ്പൊക്കെ ആയിട്ടുള്ള ഈ മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര ഒരു ഇൻ്റർനാഷണൽ പരിപാടിയാകുന്നു എന്ന് മനസ്സിലായത് ഇവിടെ വന്നു ചേർന്നപ്പോഴാണ്. അതിന് മോടി കൂട്ടുവാൻ തക്കവണ്ണം ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളെ മുഖ്യ അതിഥിയായി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അന്തർദേശീയ പരിപാടിയുടെ ഒരു ഭാഗമായി ഇവിടെ നിൽക്കുവാൻ തക്കവണ്ണം ലഭ്യമാകുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വീറും താനത്താണോ അതോ വീറം താനത്താണോ? വീറും വീറും അപ്പോൾ വീറും അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ നമ്മൾ കണ്ടെത്തണം കേട്ടോ. ഈ യഥാർത്ഥത്തിൽ എന്തുവാണെന്ന് തന്നെ ഉള്ളത് ആദ്യം ഈ കുടുംബത്തെ കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേര് എന്ത് അതെ, അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാകണം. അത് നിങ്ങൾ താമസിയാതെ തന്നെ അത് കണ്ടെത്തി ചെയ്യും. യഥാർത്ഥ വാക്ക് എന്താണെന്നുള്ളത് അതാണല്ലോ വേരുകൾ തേടി പോകുമ്പോൾ ആദ്യം നമുക്ക് സാധ്യമായിത്തീരുന്നത്. നമ്മുടെ പല മീറ്റിങ്ങുകളിലൊക്കെയും നമ്മുടെ DGP ആയിട്ട് റിട്ടയർ ചെയ്ത അലക്സാണ്ടർ സാറിനെ IPS സാറിനെ പലയിടത്തും വിളിക്കുമ്പോൾ ആ ദേശത്തുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാത്ത ആ ദേശത്തിൻ്റെ കഥകളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേരിന് തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ടാകണം എന്നുള്ളത് ഞാൻ ഈ സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഡ്രസ്സിൽ പലതും എഴുതുന്നുവെങ്കിലും വേരുകൾ തേടി നിങ്ങൾ തന്നെ അത് കണ്ടെത്തണം. വീറും താനം ആണോ, വീറൻ താനമാണോ, വീറം താനമാണോ എന്നൊക്കെ ഉള്ളത്, അതിനൊക്കെ ചിലപ്പോൾ അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അത് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളത് കണ്ടെത്തി ആ പേര്, യഥാർത്ഥമായ പേര് തന്നെ, വേരുകളുടെ പേര് തന്നെ കണ്ടെത്തും എന്നുള്ളത് ഞാൻ കരുതുകയും ചെയ്യുന്നു. കുടുംബ യോഗം എന്നുള്ളതാണല്ലോ നമ്മൾ ഇപ്പോൾ ഈ പ്രദേശത്ത് വീരന്താനം കുടുംബത്തിൻ്റെ ഒരു പ്രാഥമിക ഉദ്ഘാടന വേളയാകുന്നു ഇത്. ഇത്രയും പേർ നമുക്ക് ഒരുമിച്ച് വന്നു ചേരുവാൻ തക്കവണ്ണം സഹായിക്കുന്നുവല്ലോ. ദൈവം നടത്തിയ വഴികളെക്കുറിച്ചുള്ള കഥകളാണ്. അത് മുതിർന്ന തലമുറ പങ്കുവെക്കുമ്പോൾ ആ ദൈവത്തെ കൂടുതൽ സ്തോത്ര അനുഭവങ്ങളിലായിരിക്കാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത് ഈ നമ്മുടെ കൂടിവരവിൻ്റെ ഒരു വലിയ നല്ല അനുഭവമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമുക്ക് കൂടി വരുവാൻ സാധിക്കുന്നു എന്നുള്ളതത്രേ. The family that prays together stays together എന്ന് പറയാറുണ്ടല്ലോ. അപ്രകാരം ആണ് ഉള്ള അനുഭവമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹകരമായ അനുഭവമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇൻറ്റിമസിയും താങ്ക്സ് ഗിവിങ്ങും അതുപോലെ തന്നെ പ്രയറും ഇതെല്ലാം നമ്മുടെ കൂടിവരവിന് സാധ്യമായി തീരണം എന്നുള്ളതാണ്.
എന്നാൽ എപ്പോഴും അതിൻ്റെ അപകടം നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുകയും ചെയ്യണം. പഴയ നിയമത്തിലോട്ട് പോകുമ്പോൾ മനുഷ്യനെ അനുഗ്രഹിച്ച് അവരുടെ ഭാഷകളൊക്കെ നൽകി അവരെ മാറ്റി മാറ്റി പാർപ്പിച്ച ഇടങ്ങളിലാണ് ബാബേൽ ഗോപുരം തീർക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ടായത്. അവർ ബാബേൽ ഗോപുരം കല്ലിനുമേൽ കല്ല് ഉയർത്തി ഉയർത്തി ദൈവത്തിൻ്റെ സ്ഥാനത്തോളം ഉയർത്തുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം അവരുടെ ഭാഷയെ കലക്കി എന്ന് എഴുതിയിരിക്കുന്നത് പോലെയുള്ള അപകടം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഈ സമയം തന്നെ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദ ഒപ്രസ്ഡ് ബിക്കെയിം ഒപ്രസർ എന്ന് പറയുന്ന അവസ്ഥ, അതായത് പീഡനമേറ്റവർ പീഡകരായി മാറി എന്ന് പറയുന്ന അവസ്ഥ, ആ അപകടം ഒരിക്കലും വന്നു ചേരുവാൻ ഇടയാവരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ, കുഞ്ഞ് പറഞ്ഞു കേട്ടോ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ കൂടിവരവുകളെല്ലാം നന്മകൾ ചെയ്യാനും കൂട്ടായ്മ ആചരിപ്പാനുമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സ്നേഹത്തിൻ്റെയും ദൈവസന്നിധിയിൽ സ്തോത്ര അർപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെയും കൂടിവരവായും നന്മ ചെയ്യുന്നതിനുള്ള അനുഭവങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരുമിച്ചുള്ള കൂടിവരവിനുള്ള ചുമതലക്കാരടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു സജഷൻ ഇങ്ങനെ വെച്ചു, അത് അവർ കേട്ടു എന്നുള്ളതും വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഈ കൂട്ടായ്മ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക്, നിർധനരായ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളോട് ചേർന്ന് ഈ ഉദ്ഘാടന സമയത്ത് തന്നെ അപ്രകാരം പഠനോപകരണങ്ങൾ കൊടുക്കുവാനുള്ള ആ പ്രോജക്റ്റിൽ ഈ കുടുംബ യോഗം വളരെ കാര്യമായി പങ്കെടുക്കുന്നു എന്നുള്ളതും എനിക്ക് വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഈ നമ്മുടെ മുഖ്യ അതിഥിയും പ്രിയ ലിജു മിത്രൻ മാത്യു നമ്മോട് കൂടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെയും ആദരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാം അറിവുള്ളതുപോലെ നമ്മുടെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഒക്കെ നേടി അദ്ദേഹം ഇരിക്കുകയാകുന്നുവല്ലോ. ഷോർട്ട് ഫിലിമിൽ തന്നെ മറ്റ് മുഴുനീള സിനിമകളോട് മത്സരിച്ച് ഈ അവാർഡുകളൊക്കെ ലഭ്യമായതോർത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകൾക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ആ ടീമിലെ തന്നെ ലിൻഡോയും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരോടും ഉള്ള നന്ദിയും ആശംസകൾ അറിയിക്കുന്നു, പ്രാർത്ഥനകൾ ഓർക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വീറൻ താനത്ത് അല്ലെങ്കിൽ വീറും താനത്ത് അല്ലെങ്കിൽ വീറൻ താനത്ത്, ഇത് നിങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തി അതിന് പേര് ഉറപ്പിക്കുക. എന്നാലും ഈ കുടുംബ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിർവഹിച്ചതായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അച്ഛനോടുള്ളൊരു ഇപ്പം തിരക്കുണ്ടായിട്ട് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, അച്ഛനൊരു കഥ പറഞ്ഞിരുന്നു. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് വീരന്താനത്ത് കുടുംബത്തോട് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തോട് ബന്ധമുണ്ട്. അപ്പം ഈ കുടുംബത്തിൻ്റെ വകയായിട്ട് തന്നെ ഞങ്ങളൊരു ചെറിയൊരു സമ്മാനം, ഞങ്ങളെ സംബന്ധിച്ച് എളിയ സമ്മാനമാണ്, അച്ഛന് അത് നൽകുകയാണ്. ആ 25 വർഷം മുമ്പെടുത്തൊരു ചെറിയൊരു ഫോട്ടോയാണ്. കഴിഞ്ഞ നാളുകൾ തന്നെയാണ് അത്. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയിൽ തന്നെ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ ധനസഹായം ചെയ്യുന്നുണ്ട്. അപ്പം വീരന്താനത്ത് കുടുംബത്തിൻ്റെ കോന്നിയുടെ കുടുംബയോഗത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു യോഗം കൂടുന്നത്. അപ്പം ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ധനസഹായത്തിൽ വീരന്താനത്ത് കുടുംബത്തിൽ നിന്നും ഒരു 25 ബാഗുകളോളം സംഭാവന ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അതും ഒരു ചെറിയൊരു സംഭാവനയായിട്ട് കൂട്ടണം.
അല്ലല്ലേ, ബാക്കി പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ തന്നതാണ്, ഇനി ചാക്കും പടി വേറെ വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പ്രിയ സഹായിയാണ്. കാരണം നമ്മുടെ വീരന്താനന്ദ കുടുംബത്തിന് വേണ്ടിയിട്ട് മുഖ്യാതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാളാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം കേരള 48ാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ കലാം സ്റ്റാൻഡേർഡ് 5 എന്ന ചിത്രത്തിന് മികച്ച കുട്ടികളുടെ സിനിമ, മികച്ച ബാലതാരങ്ങൾ ഉള്ള സിനിമ കരസ്ഥമാക്കിയ ലിജു മിത്രൻ ആള് അനുമോദിക്കുകയാണ്. വീരന്താനന്ദ കുടുംബത്തിൻ്റെ പേര് അനുമോദിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു മൊമെൻറ്റും, നമ്മുടെ ഇതൊക്കെ ചെറുതാണ്, നാളുകളിൽ ഇത് വലുത് തരാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് ഏറ്റുവാങ്ങണം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ ഇപ്പം +2 പരീക്ഷയിൽ 5A+ ഒരു Aയും കരസ്ഥമാക്കിയ ജോനാഥൻ ബിനു വർഗീസ്, ആള് പനി കാരണം ഹോസ്പിറ്റലിലാണ്. അപ്പം ആൾക്ക് വേണ്ടി ആളെ അമ്മച്ചി തന്നെ അത് വാങ്ങിക്കണമെന്നാണ് ജോനാഥൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നും ഇത് വാങ്ങിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു മൊമെൻ്റ് കൂടെ ഉണ്ട്. ഇപ്പം ലിജുവിന് അല്പം കലാം 5B ഡയറക്റ്റായി വർക്ക് ചെയ്ത നമ്മുടെ ലിൻഡോയ്ക്കും ഒരു മൊമെൻ്റോ നമ്മൾ കുടുംബയോഗത്തിൻ്റെ പരമായി സർപ്രൈസാണ്. കൂടുതൽ പ്രശംസകളും പതക്കങ്ങളും വാങ്ങിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും ഞാൻ ആശംസിക്കുകയും ചെയ്തു. ജീവനീ
അപ്പം ഞാൻ ഇവിടുന്ന് ഇടുക്കിയിലാണ് ഷൂട്ട് നടക്കുന്നത്, ഇടുക്കിയിലേക്ക് പോയി. ഞാൻ നോക്കിയപ്പോൾ ലിൻഡോ ഒരു ബസ്സിനൊക്കെ കയറി വന്നു. ഞാൻ ലിൻഡോ വരാനൊക്കെ പൈസ ഉണ്ടായിരുന്നു. ആ നോക്കിയാടെ ഒരു 1100 ഫോൺ ഉണ്ടായിരുന്നു, അത് വിറ്റെന്ന് പറഞ്ഞു. 1500 രൂപയ്ക്ക് ഫോൺ വിറ്റു. എന്നിട്ടാ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ. അപ്പോൾ അന്ന് ലിൻഡോ നമ്മുടെ ഒരു ടീമിൽ അംഗമായതാണ്. അന്ന് തൊട്ട് ആ ടീം ഇന്ന് കലാം സ്റ്റാൻഡേർഡ് 5B എന്ന് പറഞ്ഞാൽ ഈ കോന്നി പോലുള്ള അല്ലെ പത്തനംതിട്ട പോലുള്ള വളരെ വളരെ നമ്മളെ കുറ്റമല്ല, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന കുട്ടികൾ പഠിക്കുക, അവർ ജോലിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, വസ്തു വാങ്ങിക്കുക, ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടിലിടുക. ഈ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് നമുക്ക് ബാക്കി റിട്ടേൺ തരും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഫെഡറൽ ബാങ്കുകാരന് പോലും അറിയത്തില്ല ഇപ്പൊ അവന്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്. ഫെഡറൽ ബാങ്കുകാരൻ പറഞ്ഞ അക്കൗണ്ടിൽ ഇനി നോമിനി ഇല്ലാത്ത കോടിക്കണക്കിന് രൂപ കിടക്കുന്നത്. അപ്പൊ ഈ പണം ഉണ്ടാക്കിയവൻ അവരാരാന്ന് പോലും അറിയില്ല, അവരുടെ നോമിനി ആരെന്നറിയില്ല. ഈ ലാഭം, നമ്മൾ ഈ ലാഭം കൊതിച്ച് വസ്തുക്കൾ വാങ്ങിക്കുക, സ്വത്ത് വാങ്ങിക്കുക, അവിടെ വാങ്ങിക്കുക, ഇവിടെ വാങ്ങിക്കുക. ഇനി അവസാനം ഇവൻ എന്താ ചെയ്യുന്നത് ഇവന് തന്നെ അറിയില്ല. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ ഏറ്റവും ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ആരായിരുന്നു? അത് ഈ മരിക്കാൻ കിടക്കുമ്പോൾ കുട്ടികൾ നോക്കിയില്ല. എടാ എങ്ങനെ നിന്നെ നോക്കും? വലിയ പ്രശ്നം ഇവിടെ സംഭവിച്ചു. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് ജീവിക്കാൻ പണമൊന്നും വേണ്ട, അവരാരും അത് കരുതുന്നുമില്ല, അവർ പണം ഒരു പ്രശ്നമല്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മളുടെ അടുത്ത തലമുറയെ സേഫ് ആക്കാൻ നമ്മൾ ശ്രമിച്ചത് വെറും അബദ്ധമായി പോയി എന്നാണ് ഇപ്പോഴത്തെ പല പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അവർ പറയുന്ന കുട്ടികൾ അവര് ജർമ്മനിയില്ല, അല്ലെ ഇവിടെ UK, മറ്റവർ ഇവിടെ. അത് നല്ലതാണ്, അല്ലെന്നല്ല, നമ്മളുടെ ജനങ്ങൾ അങ്ങോട്ട് മാറണം. പക്ഷേ ബന്ധങ്ങൾക്ക് ആഴമില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നമുക്ക് സംഭവിച്ചു. അപ്പോൾ ആ സമയത്താണ് ഈ ലിൻഡോയെ പോലൊക്കെയുള്ള ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ നമ്മുടെ കൂടെ വരികയും അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളുടെ കൂടെ. ലിൻഡോയ്ക്ക് ഒരു ഇതുണ്ട്, ഒരു കാര്യം ഇതിപ്പോൾ ലിൻഡോയെ നിർത്തിക്കൊണ്ട് പറയുന്നതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്, എന്നാലും പറയണമല്ലോ, ആർജവം ഒരു കാര്യം ചെയ്യാൻ. ലിൻഡോ വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് കുടുംബയോഗം നമുക്ക് ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം നമുക്കുണ്ട്, നമ്മുടെ ഇപ്പോൾ അധ്യക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അമ്മച്ചിയുണ്ട്, താഴത്തെ അമ്മച്ചിയുണ്ട്. അപ്പം അവരൊക്കെ അത്രയും ലീഡർഷിപ്പ്, ഇത്രയും അനുഭവങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? അടുത്ത തലമുറയാണ്. ഞാൻ നോക്കിയപ്പോൾ വീറന്താനത്തെ കുടുംബത്തിന് അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ആൾക്കാരാണ് നിൽക്കുന്നത്, ഇതായിരിക്കുന്നു തോന്നിക്കുന്നു. അപ്പൊ ഇവരിത്രയും വളരെ കഴിവുള്ള ഒരാൾക്കാരാണ് ഇതിന്റെ അടുത്ത തലമുറയുള്ളത്. എന്തിനാ കൈയടിക്കാതിരിക്കുന്നത്? അടിക്കുക. അടുത്ത തലമുറ 150 വർഷം കഴിയുമ്പോൾ ആൽഫിൻ ജോൺ മാത്യുവിന്റെ 150 വർഷം കഴിയുമ്പോൾ കുട്ടി വന്നിട്ട് പറയണ, എന്റെ അപ്പച്ചന്റെ അപ്പച്ചനായിരുന്നു ആൽഫിൻ അപ്പച്ചനായിരുന്നു ഈ കുടുംബയോഗം ഉണ്ടാക്കിയത്. അടികൈ. അവിടാണ് കാര്യം. നമ്മുടെ അച്ഛൻ സൂചിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുടുംബയോഗം ഒരു ഇന്റർനാഷണൽ കുടുംബയോഗമാണ്. എന്തുകൊണ്ടാണ് അച്ഛന് തോന്നി? നമ്മളെ കാണുന്ന ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നമ്മളുടെ കുടുംബത്തിൽപ്പെട്ടവർ എവിടെ ഇരിക്കുന്നവർക്കും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് കുടുംബയോഗം ഉയർന്നു എന്നുള്ളതാണ് കാര്യം. അവിടെയാണ് ഇവരെ പോലുള്ള അടുത്ത ജനറേഷന്റെ അവരുടെ ദൗത്യം. ഇനി നമുക്കുള്ളത് പിറകിലേക്ക് നമുക്ക് എത്രമാത്രം പോകാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് പിറകിലേക്ക് പോകാം. അതിനൊരു പരിമിതിയുണ്ട്. ബാക്കി നമുക്ക് ചരിത്രം വെച്ച് എഴുതി നമുക്ക് പൂർത്തിയാക്കാം. പക്ഷേ ഇനി മുന്നോട്ടുള്ളത് ഒരു കണ്ണി പോലും പോകാതെ നമ്മൾ വിളക്കി ചേർക്കുക എന്നുള്ളതാണ്. ഓരോ കണ്ണികളെ ഇനിയും ആർക്കെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി ആ പിണക്കം എന്താണെന്ന് സംസാരിക്കുക. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യും. തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മോളുടെ പ്രശ്നത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അവിടെ അത്രേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ പ്രശ്നത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. കാരണം യാതൊരു കുഴപ്പമില്ല. ഇന്ത്യൻ പൈസ അങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം. പക്ഷെ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിച്ചാലേ പറ്റൂ. ഒന്നീ ഞാൻ താഴുകയോ ഇല്ലെങ്കിൽ ഞാൻ ഉയരുകയോ എനിക്ക് എന്തെങ്കിലും മാറ്റം വരികയോ ചെയ്യേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. ഇത് നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ തോൽവിയുടെ ഒരു ഭയം. അപ്പോൾ നമുക്കതൊക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ കണ്ണികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് സംസാരിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പോയി കാണണം, അവരുമായിട്ട് സംസാരിക്കണം, അവരെ ഈ കുടുംബയോഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ഇതിലും ഇപ്പം നമ്മളൊരു 30 പേരെ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ നമ്മൾ ഇനിയും അടുത്ത റാന്നിയിൽ നടക്കാൻ പോകുന്നിടത്ത് ഇത്രയൊക്കെ ആൾ വരുള്ളൂ. കാരണം ഇത്രയും തന്നെ വന്നത് വലിയൊരു കാര്യം. ഇതുപോലെ തന്നെ നമുക്ക് ആർജവത്തോടെ മുന്നോട്ട് പോയാൽ ഡിസംബറിൽ ഒരു 150 പേര് വരുന്ന ഒരു കുടുംബയോഗം നമ്മൾ ഡിസംബറിൽ നടത്തും. കഴിയേ? നമ്മൾ ഡിസംബറിൽ എന്ത് ചെയ്യും? 150 പേരുടെ ഇത് നമുക്ക് ഡിസംബറിൽ നടത്തണം. നടത്തിയിട്ട് അവിടെ വെച്ച് നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടത്തണം. അവിടെ നമുക്ക് ഇതിന് സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങി എല്ലാവരെയും നമുക്ക് ചേർത്തുകൊണ്ട് അതിന്റെ ബൈലോ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കിത് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചാരിറ്റിയൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അച്ഛന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്.
അപ്പൊ നിങ്ങൾക്കൊരു വലിയ പാരമ്പര്യമുണ്ട്. അപ്പൊ ആ പാരമ്പര്യം ഈ നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളാണ്. അതിനൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ ഇരിക്കുന്നത് പോലും പാരമ്പര്യമാണ്. നമ്മൾ അബ്രഹാമിന്റെ പാരമ്പര്യം പറയുന്നു, ഇല്ലെങ്കിൽ അതിന് താഴോട്ട് വന്നാൽ ക്രിസ്തുവിന്റെ പാരമ്പര്യം പറയുന്നു. ക്രിസ്തുവിന്റെ പാരമ്പര്യം എന്തായിരുന്നു? ജോസഫിന്റെ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ജോസഫ് എന്താ നിൽക്കുന്നിടത്ത് എന്താ രജിസ്റ്റർ ചെയ്യാൻ? അവിടെ പോയി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ജോസഫിന് അവിടെ ഒരു ഭവനം ഉണ്ടായിരുന്നു. അവന്റെ പിതൃഭവനത്തിൽ അവൻ രജിസ്റ്റർ ചെയ്തു. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ പാരമ്പര്യത്തിനും ചരിത്രത്തിനും അത്രമാത്രം പ്രസക്തിയുണ്ട്. വീറന്താനത്തെ കുട്ടി ഇങ്ങനെ ചെയ്യരുത്, അത് വീറന്താനത്തെയാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്ന ആർജവം അവൻ ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ പിന്നിലേക്കുള്ള ഒരു തലമുറയെ അവന് തിരിച്ചറിയുകയും അവർ ഈ സമൂഹത്തിൽ എത്രമാത്രം മാറ്റം വരുത്തിയെന്ന് തിരിച്ചറിയുകയും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് അറിയുന്നത്. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനെ പറ്റി പലരും മറന്നുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. കേരള ചരിത്രത്തിൽ വിദ്യാഭ്യാസം വീട്ടിൽ വെച്ച് നടത്തിയ ആളാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ. അദ്ദേഹമാണ് മർത്തോമ സഭയുടെ സ്ഥാപകൻ. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നു. ഇവിടുത്തെ കർഷകരുടെ ഇവിടെ അന്നത്തെ പ്രക്ഷുബ്ധമായിരുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഇവിടുത്തെ യാഥാസ്ഥിതികരോട് മത്സരിക്കുകയും ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തതിലെ ഒരാൾ. അവിടെയാണ് മാർത്തോമ സഭയുടെ പാരമ്പര്യവും മാർത്തോമൻ പാരമ്പര്യവും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ പാരമ്പര്യം ഒരു ചെറിയ കാര്യമല്ല. പാരമ്പര്യം വളരെ വലിയൊരു കാര്യമാണ്. അത് നമ്മൾക്ക് നൽകുന്ന ഊർജം വലുതാണ്. നമ്മളിലേക്ക് വന്നിട്ടുള്ളവരും നമ്മുടെ പോയിട്ടുള്ളവരും ഇവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സെക്കൻഡുകളിൽ ജീവിക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു സെക്കൻഡിൽ ജീവിക്കാൻ പറ്റും. കഴിഞ്ഞ സെക്കൻഡിൽ ജീവിക്കാൻ പറ്റില്ല, അടുത്ത സെക്കൻഡിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് ഈ സെക്കൻഡിൽ ജീവിക്കാൻ പറ്റും. അപ്പൊ അനുനിമിഷം നമ്മൾ നല്ലത് ചെയ്യുകയും നല്ലത് ചിന്തിക്കുകയും ഈ അനുനിമിഷം നടത്തുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പുകളെ തിരിച്ചറിയുകയും പ്രകൃതിയോടും സർവ്വചരാചരങ്ങളോടും രമ്യതപ്പെട്ടു പോവുകയും ചെയ്താൽ അത് വീറന്താന കുടുംബത്തിന്റെ അടുത്ത ചരിത്രമാകും. 150 വർഷം കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ വലിയ വേദിയിൽ എന്നേക്കാൾ വലിയ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ പ്രസംഗിക്കേണ്ട അവസ്ഥയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം, നമ്മുടെ ഞാനിതിൻ്റെ ആദ്യമായിട്ട് നിന്നുകൊണ്ടാണ് കേട്ടോ, അവരെ ശപ്പച്ചനടക്കമൊക്കെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുത്തൊരു ഒരു ത്യാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിൻഡോയെ പോലുള്ളവരുടെ കഴിവിനെ നമ്മൾ കൂടുതൽ വിനിയോഗിച്ച് നമുക്കിത് മുന്നോട്ട് പോകണമെന്നും അടുത്ത തലമുറ ഒരു വളരെ വ്യക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങണമെന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു കുടുംബയോഗത്തിൻ്റെ കാര്യം 3 വർഷത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞാണ് ഞാൻ കോന്നി വെച്ച് യാദൃശ്യമായിട്ട് കണ്ട സമയത്ത്. ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോൻ ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ പേര് പീലി എന്ന. പീലിയുടെ കൊച്ചുമോനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു നമുക്ക് വീർത്താനത്ത് കുടുംബത്തിൻ്റെ ഒരു കുടുംബയോഗം കൂടണം. അങ്ങനെ തോന്നിയിട്ട് എങ്ങനെ സംസാരിച്ചൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇതെല്ലാവരെയും തിരക്കി പിടിക്കണം. അതൊന്നും പറഞ്ഞാലൊക്കെയല്ലോ നമുക്കൊന്ന് കൂടണം, നമ്മുടെ ആൾക്കാരെ എല്ലാം ഇതുണ്ട്, റാന്നിയിൽ ആളുണ്ട്. ഞാൻ പറഞ്ഞ റാന്നി തന്നെയല്ല, സീതത്തോട്ട് നിങ്ങളുണ്ട്, കോന്നി ഞങ്ങളുണ്ട്, മൈസൂരിൽ ഞങ്ങളുടെ ചേട്ടൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മക്കളുണ്ട്, ഇവരെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങ് പിന്മാറിയതാ. കാര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അന്ന് നോക്കിയപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും രണ്ടോ ഇതിനും കൈയെടുത്ത് ഇത്രത്തോളം കൊണ്ട് നടത്തിയതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ റാന്നി പോവുക, റാന്നി ചെന്ന് കഴിഞ്ഞാൽ ശ്രീധർത്തോട്ടിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് റാന്നിയിലുള്ളവർക്കറിയാം. അവരെ ഇത് ചെയ്യുക. അതുപോലെ തന്നെ മൈസൂരിലുള്ള അവരെയും നമ്മൾ തിരക്കി പിടിച്ച കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ഇത് ചെയ്യുക. നമ്മൾ പ്രയത്നിച്ചാൽ ഏത് കാര്യവും നടക്കും. അത് ഞങ്ങളെ ഇവിടെ ഇത് ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം പിന്നെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് കല്യാണം കഴിച്ച്
രണ്ടിൽ കല്യാണം കഴിച്ച് മാവേലിക്കരയിലാണ് എൻ്റെ താമസം വീട്. എനിക്ക് 2-3 മക്കളുണ്ട്. അവരെല്ലാം ഒരു മോളും വന്നിട്ടുണ്ട്. 6 മക്കൾ ദുബായിൽ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഭർത്താവ് ഒരു പോലീസായാലും മരിച്ചുപോയി. അന്ന് ഇങ്ങനെ സമാധാനം സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷമായി മാവേലിക്കരയിൽ താമസിക്കുമ്പോൾ എനിക്ക് 6 സഹോദരന്മാരെ അതിൽ 3 പേര് മരിച്ചുപോയി. 3 പേരുണ്ട്. അതിൻ്റെ ഒരു സഹോദരിയാണ് ഞാൻ. എനിക്ക് അതേപോലെ ഈ പറഞ്ഞ ദൈവം എന്നെ ഇടയാക്കി പിടിക്കണം. എന്നെ ഈ കുടുംബത്തെ എല്ലാം രക്ഷിക്കും. ഇവിടെയായിരുന്നു എല്ലാവരെയും കാത്തുകൊള്ളണം. അതുവഴി ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ 1986 ബന്ധുക്കോസിലായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ബന്ധുക്കോസിൽ തന്നെ. അവർ ഞാൻ എല്ലാം സന്തോഷമായി ജീവിക്കുന്നു. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇത്രത്തോളം കാത്ത ദൈവം ഇതിലെ ദൈവം ഞങ്ങളെല്ലാവരും കാത്തുകൊണ്ട് കഴിയും. എൻ്റെ പേര് ലിൻസി. ഞാൻ ഉഷമാമയുടെ മരുമോളാണ്. ഞാനിവിടെ എന്നെ കല്യാണം കഴിച്ച് വന്നിട്ട് 9 വർഷമായി. ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരെയും ഒന്ന് കാണാൻ ഒരു അവസരം ലഭിച്ചു. അന്ന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാം നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ള ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. നമ്മുടെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ നമ്മുടെ തീരുമാനം എടുത്തത് തൊട്ടുള്ള റിപ്പോർട്ടാണ്. കാരണം നമ്മളിത് കുടുംബയോഗം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീരനാഥ് കുടുംബയോഗത്തിന്റെ രൂപീകരണത്തിന്റെ ആലോചനയ്ക്കായി 27/4/2025 ഞായറാഴ്ച ഗൂഗിൾ മീറ്റ് വഴി കുടുംബാംഗങ്ങൾ വീരന്താനത്ത് തോമസ് ജോസഫ് മകൻ ലിൻഡോ തോമസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ മീറ്റിംഗിൽ 30 പേരോളം പങ്കെടുത്തു. ശ്രീ വിജയ ജോസഫിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ കുടുംബയോഗം ആരംഭിക്കേണ്ടതിന്റെയും കുടുംബ ബന്ധങ്ങളെ ദൃഢമായി ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയും ലിൻഡോ തോമസ് അവതരിപ്പിച്ചു. ഈ നിർദ്ദേശങ്ങളോടെ താല്പര്യത്തോടെ മുൻപാകെ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രീ വിജയ ജോസഫ്, വിജയ തോമസ്, വിജയ എബ്രഹാം, ബിനു വർഗീസ്, ജോൺ ജോസഫ്, വർഗീസ് മാത്യു, ബിന്നി വർഗീസ് എന്നിവർ സന്നദ്ധരായി മുന്നോട്ട് വരികയും അതിനുവേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു. യോഗത്തിൽ റാന്നി, മാവേലിക്കര, കോന്നി, മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കുടുംബാംഗങ്ങൾ പരസ്പരം പരിചയം പുതുക്കുകയും കുടുംബത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. യോഗത്തിന്റെ പ്രത്യേക ക്ഷണിതാവായ ലിജു മിത്രൻ മാത്യു കുടുംബയോഗത്തിന്റെ നടത്തിപ്പിനെ പറ്റിയും കുടുംബചരിത്രത്തിനെ പറ്റിയും കോന്നിയിലെ യോഗവും റാന്നിയിലെ യോഗവും നടത്തുവാൻ തീരുമാനിച്ചു. ഒന്നാമത്തേത്, കുടുംബ പേരുകൾ അന്വേഷിക്കണം. രണ്ടാമത്തേത്, റാന്നി, വൈക്കം പ്രദേശങ്ങളെ സന്ദർശിച്ച് ആവശ്യമായ വിവരങ്ങൾ തേടണം. മൂന്നാമതായിട്ട്, ബന്ധങ്ങൾ നിലച്ചു നിൽക്കുന്ന വീടുകൾ ഉണ്ടായിട്ട് അവരെ കണ്ടെത്തി കുടുംബയോഗത്തിന്റെ ഭാഗമാക്കണം. നാലാമതായി, ഈ വർഷം അവസാനത്തോടെ കുടുംബയോഗം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. കുടുംബചരിത്രത്തിന്റെ ആവശ്യമായി മുതിർന്ന കുടുംബാംഗങ്ങളും പുതുതലമുറയിലെ അംഗങ്ങളും ചേർന്ന് 6/4/2025 വിജയ മത്തായിയുടെ ഭവനത്തിൽ ഒത്തുചേർന്നു. മുതിർന്ന കുടുംബാംഗങ്ങൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജനിച്ച നാടിനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവച്ചു. അനുഭവങ്ങളിലും നോവ് പകർന്ന പല സംഭവങ്ങളും പുതിയ തലമുറയ്ക്ക് വെളിച്ചം നൽകുന്നതായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ ആർദ്രതയും സ്നേഹവും അനുഭവിക്കാൻ എല്ലാവർക്കും അതിൽ കൂടി കഴിയുകയും അതിന്റെ വീഡിയോ പൂർണ്ണമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുവാൻ തീരുമാനിച്ചു. അതിൻ പ്രകാരം നമ്പറുകൾ ശേഖരിക്കുകയും ജോന, ആൽഫിൻ, ജോനാഥാൻ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിച്ച് അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്തു. എല്ലാവരുടെയും സമ്മതത്തോടെ 25 മെയ് 25/2025 ഞായർ വൈകിട്ട് 2 മണിക്ക് വീരംതാനത്ത് വർഗീസ് ജോസഫിന്റെ ഭവനത്തിൽ കോന്നി ഏരിയയുടെ കുടുംബയോഗം നടത്തുവാൻ തീരുമാനിച്ചു. അതിന് പ്രകാരം കുടുംബത്തിന്റെ പല ഭവനങ്ങളും സന്ദർശിച്ച് യോഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ ആവശ്യത്തിനായി നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ പിതാവിന്റെ പേര് ജോസഫ്, പിതാവിന്റെ പേര് എബ്രഹാം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അറിയുവാൻ സാധിച്ചു. എബ്രഹാമിന് 5 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു. ഇതുവരെ പിന്തുണ നൽകിയ എല്ലാ കുടുംബാംഗങ്ങളുമുള്ള
നന്ദിയും സ്നേഹവും അനുനിമിഷം അത്ഭുതകരമായി നടക്കുന്ന ദൈവത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വീരന്താനത്ത് കുടുംബത്തിന് വേണ്ടി ജോൺ ജോസഫ് മകൾ ജോന ലിസജോ. അടുത്തതായിട്ട് ചർച്ചയാണ്. അതിന് ലിൻഡോയെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ ചർച്ചയാണ്. കാരണം അത് നമ്മൾ ഈ കുടുംബം എങ്ങനെ യോഗം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മളിപ്പോൾ തുടങ്ങി 1 മാസം മുമ്പാണ് നമ്മുടെ യോഗത്തിൻ്റെ ഫസ്റ്റ് ഓൺലൈൻ മീറ്റ് നടത്തിയത്. അപ്പോൾ 1 മാസം കൊണ്ട് നമുക്ക് ഇത്രയും ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തണം. കാരണം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇതായിട്ട് ആദ്യമായിട്ട് ഞാൻ തന്നെ ചർച്ച ചെയ്യാം. ഇപ്പം ഇന്നത്തെ ദിവസം 2 കാര്യങ്ങളുണ്ടായിരിക്കുന്നത്. ഒന്ന്, പഴയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരെയും ഒന്നിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിപ്പിച്ച് കാണാൻ സാധിച്ചു. അത് പഴയ തലമുറയിലോട്ട് പഴയ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 2 ദിവസമായിട്ട് കറണ്ടില്ലായിരുന്നു. അപ്പോൾ കിണറ്റിൻ കയറല്ല കുളിച്ചത്, ആ ഓർമ്മയും ഓർക്കാൻ സാധിച്ചു. അപ്പോൾ 2 പഴയ കാര്യങ്ങൾ ഒരേ ദിവസം വന്നു. അപ്പോൾ നല്ല ദിവസം തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുടുംബയോഗം നമ്മളിപ്പോൾ 1 മാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വർഷം അവസാനത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇവിടെ വേദിയിരിക്കുന്നവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് റാന്നിയിലുണ്ട്, സീതത്തോട്ടിലുണ്ട്, മൈസൂരുണ്ട്. അപ്പോൾ ഇത്രയും പടർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോന്നി മാത്രം ഇത്രയും പേരുണ്ടെങ്കിൽ ചിലപ്പോൾ റാന്നിയിൽ അതിലപ്പുറം ആളുണ്ട്, സീതത്തോട്ടിലും ഉണ്ടാവും. ഇവരെയെല്ലാം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഇപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ട്, ഇപ്പം മുഖ്യാതിഥി പറഞ്ഞതിൻ്റെ തൊട്ട് 100 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു കുടുംബയോഗം ഇപ്പോൾ അവിടെ അവർ ഈ വേദി ഇപ്പോൾ ഇതുപോലത്തുള്ള ചെറിയ ഇതൊന്നും അല്ലായിരിക്കും, ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഹാളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇത് നടത്തുന്നത്, കുടുംബയോഗം നടത്തുന്നത്. അപ്പോൾ അന്ന് ഇരിക്കുന്നവരെ ചിന്തിക്കുക, പണ്ട് എങ്ങനെ 100 വാർഷികം പണ്ട് എങ്ങനെ ഒരു നടത്തി, പണ്ടെന്ന് ഇങ്ങനെ നടത്തി എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഇരിക്കുന്നവർ ഉത്തരവായിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടക്കൂ. ഒന്നും വേണ്ട. ഇപ്പം നമ്മുടെ ഒരു അജണ്ട അനുസരിച്ചിട്ട് ആദ്യം ഞങ്ങൾ സംസാരിച്ചത് മുതിർന്ന ആളുകളും കൊച്ചുകുട്ടികളും. കാരണം ഇവർ 2 പേരുമാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. കാരണം തുടക്കത്തിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു ആളുകളെ കണ്ടുപിടിക്കാൻ. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സിമ്പിളായി. ഇപ്പം നാളുകളിൽ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാതി ഉത്തരവാദിത്തം കുറയും. ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാം തന്നെ ഇപ്പം ആൽഫിന്, അലക്സിന് എല്ലാവരോടും തന്നെ ഇത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ്. ഇന്നലത്തെ ഒറ്റ മഴയ്ക്ക് മൊത്തം പോയി. പിന്നെ രാവിലെ നമ്മൾ രണ്ടാമത് വെച്ചത്. അപ്പം അത് നമുക്കൊരു എന്തുമാത്രം പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മളിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ആ ഒരു മുദ്രാവാക്യം എടുത്തുകൊണ്ട് വേണം തന്നെ നമ്മളിത് ഇന്നത്തെ ദിവസം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഓർത്തിരിക്കാൻ. ഇതിന്റെ ചർച്ചകൾ നമ്മളിപ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഇപ്പം ഉദ്ഘാടകൻ ആയ അച്ഛൻ പറഞ്ഞതിൻ്റെ കൂട്ടും ഉദ്ഘാടകൻ പറഞ്ഞതിൻ്റെ കൂട്ടും നമുക്ക് വേണ്ട വിധം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ എല്ലാവരും ആരും വന്ന് പേര് പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളോടെ രേഖപ്പെടുത്തണം. കാരണം എങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം വരുന്ന ആൾ ഞാനും ഇതിനു വേണ്ടി 100% ആത്മാർത്ഥമായി നിൽക്കും എന്നൊക്കെ ആ ഒരു ചർച്ചകളാണ് നമുക്ക് വേണ്ടത്. അപ്പം എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണം. ആരോഗ്യകരമായ ചർച്ചകൾ അത് സംസാരിക്കുകയും ചെയ്യണം. എൻ്റെ ചർച്ച ഇത്രയുമാണ്. ഇനി ബാക്കിയുള്ള എൻ്റെ പ്രവർത്തനമായിരിക്കും. കുടുംബത്തോടെ എന്നും എൻ്റെ പ്രവർത്തനവും എന്നെ കഴിയുന്നതിനപ്പുറം ഞാൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു.